ആയിട്ട് ആളുകളുടെ വായിൽ നിന്ന് വരുന്ന ഒരു വാക്കാണ് പൊന്ന്, സ്വർണം. അതിന് വില കൂടുന്നതനുസരിച്ചിട്ട് ഇപ്പോൾ 1 ലക്ഷം അടുത്തായി എന്ന് തോന്നുന്നു. അപ്പോൾ ഞാനൊരു 60 വർഷം മുമ്പ് കല്യാണം കഴിക്കുന്ന സമയത്തൊക്കെ 165 ഉറുപ്പ്യൊക്കെ ഉണ്ടായിരുന്നതാണ് ഒരു പവന് സ്വർണത്തിനുള്ള വില. ആ കാലത്ത് അത്രേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ 1 ലക്ഷം ഉറുപ്പ്യാണ് ഒരു പവൻ സ്വർണത്തിൻ്റെ വില. അപ്പോൾ അതിനെ പൊന്നെന്നാണ് പറയുക. അപ്പോൾ നമ്മൾ കൊച്ചു കുഞ്ഞുങ്ങൾ ജനിച്ചു കഴിഞ്ഞാൽ ആയിട്ടുള്ള എൻ്റെ പൊന്നെ പൊന്നെ എന്ന് പറഞ്ഞ് വിളിച്ചാണ് കളിപ്പിക്കുക. അപ്പോൾ ആ പൊന്നെ എന്ന് പറയുന്നത് അത്ര വിലയുള്ളത് കൊണ്ടാണ് ആ കുഞ്ഞുങ്ങളെ പൊന്നെന്ന് പറയുന്നത്. ഇപ്പോഴും നിങ്ങൾ പറയുന്നത് പൊന്നെന്ന്, ഞാൻ പറയുന്നത് പൊന്നുള്ളി എന്ന് പറയുന്ന ഒരു ചെടിയെക്കുറിച്ചാണ്. അപ്പോൾ ഈ ചെടിയാണ് പൊന്നുള്ളി. ഉള്ളികൾ പല സൈസുണ്ട്. സവാളയായിട്ടുണ്ട്, ചെറിയ ഉള്ളിയുണ്ട്, വെളുത്തുള്ളിയുണ്ട്, പല ഉള്ളികളുണ്ട്. ഇത് പൊന്നുള്ളിയാണ്. ഇതിൻ്റെ കിഴങ്ങ് പൊന്നു പോലെ ചുവന്ന നിറത്തിലുള്ള ഒരു ചെടിയാണിത്. ഇത് ഏറെ ഔഷധ ഗുണമുള്ള ചെടിയാണ്. ഇത് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ നിലപ്പന പോലെ ഇരിക്കുന്നു. നിലപ്പനയ്ക്ക് വെളുത്തിട്ടുള്ള കിഴങ്ങാണ് ഉണ്ടാവുക, ഇതിന് ചുവന്നിട്ടുള്ള കിഴങ്ങാണ് ഉണ്ടാവുക. ഇത് പൊന്നുള്ളി. ഈ ഉള്ളി ഔഷധ ഗുണം ഏറെയുള്ള ഒരു ചെടിയാണ്. അപ്പോൾ ഇതും നമുക്ക് ചെടിച്ചട്ടിയിൽ വെച്ച് വളർത്തി കഴിഞ്ഞാൽ കാണാനൊരു ഭംഗിയാണ്. ഒരു ഔഷധ ചെടിയായിട്ട് വീട്ടിൽ വളർത്താം. അപ്പോൾ ഇതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് പറയാം. രൂപം ഏകദേശം നിലപ്പനയുടെ മാതിരി തന്നെയാണ്. നിലപ്പനയിൽ ഉണ്ടാകുന്ന മാതിരി ഇതിനകത്ത് പൂവുണ്ടാവും. ഇതുണ്ടാവും. പറമ്പിൽ നട്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എലി തിന്നുകൊണ്ട് പോയി കഴിഞ്ഞാൽ എലിക്ക് നല്ല ആരോഗ്യം ഉണ്ടാവും, ഒരുപാട് മക്കളും ഉണ്ടാവും. ഇത് കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിലപ്പന കഴിച്ചു കഴിഞ്ഞാൽ എലിക്ക് ആരോഗ്യം കിട്ടും, മക്കളും ഉണ്ടാവുന്നതിൻ്റെ കാരണം നിലപ്പന എലിയാണ് കൂടുതൽ ഭക്ഷിക്കുന്നത്, മനുഷ്യർ ഭക്ഷിക്കാറില്ല. പക്ഷെ നമ്മൾ അങ്ങനെയുള്ള പല സാധനങ്ങളും മരുന്നാണെന്നുള്ളത് അറിഞ്ഞ് സംരക്ഷിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഗുണമുണ്ടാവും. അപ്പോൾ ഇതിനെക്കുറിച്ച് വിശദമായിട്ട് ഞാൻ പറയാം. പൊന്നുള്ളി, പൊന്നിന്ത്, ഷീറ്റുള്ളി എന്നീ പേരുകളിൽ അറിയപ്പെടുന്നു. മഞ്ഞപ്പിത്തത്തിന് പൊന്നുള്ളിയുടെ കിഴങ്ങ് അരച്ച് നാടൻ പശുവിൻ്റെ പാലിൽ ചേർത്ത് കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മഞ്ഞപ്പിത്തം മാറും. വെരിക്കോസ് മൂലം ഉണ്ടാകുന്ന വ്രണം ഉണങ്ങാതെ വന്നാൽ പൊന്നുള്ളിയും അയ്യപ്പാനയുടെ ഇലയും ചേർത്ത് സമമായി എടുത്ത് വെള്ളം തൊടാതെ അരച്ച് പുരട്ടുക, നല്ല നീറ്റം ഉണ്ടാവും. ഇത് കുറച്ച് ദിവസം പൊന്നുള്ളി നമുക്ക് അരച്ച് കഴിക്കാൻ പറ്റും. അസ്ഥിസ്രാവത്തിന് കിഴങ്ങ് പൊന്നുള്ളിയുടെ കഴിക്കാം. ശുദ്ധമായ പാലിൽ ചേർത്ത് കഴിക്കുക. കരൾ രോഗത്തിനും ഇതൊരു ഔഷധമാണ്. വെരിക്കോസിന്റെ കാര്യത്തിന് പലരും ചോദിക്കാറുണ്ട്, എന്ത് ചെയ്യും വെരിക്കോസിന്? ഇത് വെരിക്കോസ് പൊട്ടിയതിന് ഉപകാരം. പൊട്ടി അതിന് വ്രണം വരണമെങ്കിൽ അത് അരച്ച് ഇടാനാണ് പറയുന്നത്. അതും അയ്യപ്പാൻ. അപ്പോൾ ഈ പൊന്നുള്ളി എന്ന് പറയുന്ന ഉള്ളി കിട്ടുകയാണെങ്കിൽ 1-2 ഒക്കെ നട്ട് വളർത്തിയാൽ അത് ഒരു ചെടിയായിട്ട് വീട്ടിൽ ഭംഗിയായിട്ട് ഇങ്ങനെ നിൽക്കുകയും ചെയ്യും. അതിൻ്റെ ഔഷധ ഗുണങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുകയും ചെയ്യും. അപ്പോൾ ഇന്നത്തെ ഈ കൊച്ചു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനിയും ഇതുപോലുള്ള ചില ഔഷധ ചെടികളുമായി നിങ്ങളുടെ മുമ്പിൽ ഞാൻ വീണ്ടും വരാം. നന്ദി, നമസ്കാരം.